എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ ബൈബിൾ ക്ലാസ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്ന ദൈവമുമ്പാകെ നീതീകരണം ലഭിക്കുവാൻ പരിച്ഛേദനയോ അഗ്രചമർമ്മമോ അഥവാ പ്രത്യക്ഷമോ പരോക്ഷവുമായ ഒരു പ്രവൃത്തിയാലും സാധ്യമല്ല. പിന്നെയോ നീതീകരണത്തിന് വിശ്വാസം മാത്രമാകുന്നു ആധാരം എന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്നത് റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ലോകാവകാശിയാകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിൽ നീതിയാലല്ലോ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണം ഇല്ലാത്തയിടത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്ക് കൂടെ ഉറപ്പാക്കേണ്ടതിന് തന്നെ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം അബ്രഹാമിന് ഒരു വാഗ്ദത്തം കൊടുത്തു. അത് അബ്രഹാമിന് മാത്രമല്ല, അവന്റെ സന്തതിക്കും ലഭിക്കുവാനായിട്ടിടയായി. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 99 വയസ്സായപ്പോൾ ഞാൻ സർവശക്തിയുള്ള ദൈവമെന്ന് പറഞ്ഞ് ദൈവം അബ്രഹാമിനെ അനുഗ്രഹം ചൊരിയുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിഞ്ഞു. ഞാൻ നിന്നെ അധികമായി വർദ്ധിപ്പിക്കും, എനിക്ക് നിന്നോടൊരു നിയമമുണ്ട്, നീ ബഹുജാതികൾക്ക് പിതാവാകും. നിരവധി തവണ പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ എബ്രഹാമിനെ ദൈവം ഇങ്ങനെ അനുഗ്രഹിച്ചു കൊണ്ടിരുന്നു, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. എന്നാൽ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ, അല്ലെങ്കിൽ ഈ വാഗ്ദത്തങ്ങൾ കൊടുത്തപ്പോൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു കണ്ടീഷൻസും ഉണ്ടായിരുന്നില്ല. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നത് ഇന്ന ദിവസം ചെയ്യണം, ഇന്നത് ഇന്ന ദിവസം ചെയ്യരുത് എന്നിങ്ങനെയുള്ള യാതൊരു നിബന്ധനയും വെക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം അതിനു മുമ്പായി തന്നെ ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തപ്പോൾ വേദപുസ്തകം പറയുന്ന ഇങ്ങനെയാണ്: അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് ദൈവം അവന് നീതിയായി കണക്കിട്ടു. അപ്പോൾ അങ്ങനെ കേവലം വിശ്വാസത്താൽ അബ്രഹാം നീതീകരണം പ്രാപിക്കുകയും വാഗ്ദത്തത്തിന് അവകാശി ആയിത്തീരുകയും ചെയ്തു. ഇതിന്റെ നമ്മൾ എടുത്ത വാക്യത്തിന്റെ 4-14 പറയുന്നത് അവകാശം ന്യായപ്രമാണത്തിലാണ് ഈ അവകാശം ലഭിക്കുന്നതെങ്കിൽ അവിടെ വാഗ്ദത്തത്തിന് യാതൊരു പ്രസക്തിയുമില്ല. ഒരു കണ്ടീഷൻ, യു ആർ ഗെറ്റിംഗ് എ വേജ്, സാലറി. എന്നാൽ ദൈവം അബ്രഹാമിന് കൊടുത്ത ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് അത് ഫ്രീ ആണ്. അബ്രഹാമിന്റെ ഭാഗത്ത് നിന്നും ദൈവം ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ദൈവം ആകെ പറഞ്ഞ, നീ എൻ്റെ മുമ്പിൽ നടന്ന് നിഷ്കളങ്കനായി നടക്കുക. ന്യായപ്രമാണത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പഠിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രത്യേകിച്ച് റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അധികവും ന്യായപ്രമാണത്തെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും നീതീകരണത്തെക്കുറിച്ചും ഒക്കെയാണ്. കാരണം ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമാണ് ഈ റോമാലേഖനം. അതുകൊണ്ട് തന്നെ പല പ്രാവശ്യവും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു പോകുന്ന വിഷയങ്ങളെ വീണ്ടും വീണ്ടും കോട്ട് ചെയ്യുവാനായിട്ട് ഇടയായി തീരും. അത് കേൾക്കുമ്പോൾ നമ്മൾ കൂടുതൽ അതിന് വിവിധ വ്യത്യസ്തമായിട്ടുള്ള ആംഗിളുകളിൽ നിന്ന് ഒരു വസ്തുവിനെ നോക്കുന്നത് പോലെ ആയിരിക്കണം
നമ്മൾ ഈ ദിവസങ്ങളിൽ നീതീകരണത്തെക്കുറിച്ച്, വിശ്വാസത്താലുള്ള നീതീകരണം, അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യം, ഈ ന്യായപ്രമാണം വരുന്നതുവരെയും ലോകത്തിൽ പാപമുണ്ടായിരുന്നു. എന്നാൽ ലംഘനങ്ങൾ അന്നും ഉണ്ടായിരുന്നു. പക്ഷേ ന്യായപ്രമാണം ഇല്ലാതിരുന്നത് കൊണ്ട് ആ പാപത്തെ കണക്കിടുന്നില്ല. റോമാലേഖനം 5:13. ഞാൻ ദുബായിൽ വാഹനമൊക്കെ ഓടിച്ചു തുടങ്ങിയ കാലത്ത് എത്ര സ്പീഡിൽ വേണമെങ്കിലും വണ്ടി ഓടിക്കാം, ഒരാളും പിടിക്കില്ല, ഒരു റഡാറുമില്ല, ഒരു ക്യാമറയുമില്ല, ഒന്നുമില്ല. അത് തന്നെയുമല്ല, പ്രത്യേകമായിട്ട് അന്ന് അവിടെ റോഡ് ലിമിറ്റ് ഉണ്ടായിരുന്നുവോ എന്ന് തന്നെ, സ്പീഡ് ലിമിറ്റ് ഉണ്ടായിരുന്നുവോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഓരോ റോഡിനും അവർ പ്രത്യേകമായിട്ട് ലിമിറ്റ് നിശ്ചയിച്ചു. അത് വയോലേറ്റ് ചെയ്താൽ അതിനൊരു ഫൈൻ, ഒരു പെനാൽറ്റി വരുവാനായിട്ട് ഇടയായിത്തീർന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ന്യായപ്രമാണം വന്നപ്പോഴാണ് ഏതാണ് ലിമിറ്റ്, ഏതാണ് ധർമ്മം, ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ ആ റിക്വയർമെന്റ്, നിയമത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ആ നിയമത്തെ ലംഘിക്കുകയാണെങ്കിൽ 1 യോഹന്നാൻ 3:4 പറയുന്ന സകല അധർമ്മവും നിയമലംഘനവും പാപമാണ്. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരുന്നപ്പോൾ ഇതേ ലംഘനങ്ങൾ അന്നും നടന്നിരുന്നു. എന്നാൽ അന്ന് ഈ പാപത്തെയൊന്നും കണക്കിലെടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അവകാശം എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃപയാൽ വിശ്വാസത്തിന്റെ ഫലമായി ലഭിക്കുന്ന നീതീകരണത്തിന്റെ റിസൾട്ടാണ്. അപ്പോ അവകാശം നമുക്ക് ലഭിക്കുവാൻ ഒന്ന് ദൈവത്തിന്റെ കൃപയാണ്. നമുക്ക് ദൈവത്തിന്റെ അരികിൽ നിന്ന് അവകാശം വാങ്ങിക്കുവാനായിട്ട് നമുക്ക് യാതൊന്നുമില്ല. സകലം ദാനമായിട്ട് നൽകുന്നു. നമുക്ക് ആകെ ചെയ്യാവുന്ന കർത്താവെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നമുക്ക് അവകാശം പിടിച്ചു പറ്റുവാൻ നമുക്ക് എന്ത് അർഹതയുണ്ട്? അതിക്രമത്താലും പാപത്താലും മരിച്ചവരായിരുന്നു നാം. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ അവന്റെ വാഗ്ദത്തം കേട്ടപ്പോൾ ആ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച എബ്രഹാമിന് നീതീകരണം ലഭിച്ചു. അതുകൂടാതെ നിരവധിയായിട്ടുള്ള വാഗ്ദത്തങ്ങളും അതിനുശേഷം ലഭിക്കുവാനായിട്ടിടയായി. അതുകൊണ്ട് കൃപാദാനം, അതായത് ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്നതൊക്കെ കൃപാദാനമാണ്. കൃപ, അൺമെറിറ്റഡ് ഗിഫ്റ്റ്സ്. അത് കൃപാദാനം എന്ന് വരേണ്ടതിന് നമ്മൾ ദൈവത്തിന് അവകാശിയായിത്തീരുന്നത് വിശ്വാസത്താലാകുന്നു. വാഗ്ദത്തം സകല സന്തതിക്കും, ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും ഉറപ്പാകേണ്ടതിന് തന്നെ. അതായത് ഈ വാഗ്ദത്തത്തിന് എല്ലാവരും അവകാശികളായി തീരുവാൻ, അത് വിശ്വാസത്താൽ അവകാശികളായി തീരുവാൻ ആകെയുള്ള റിക്വയർമെന്റ് എന്ന് പറയുന്നത് വിശ്വാസം മാത്രമാണ്. മറ്റൊന്നോടെ കണക്കിലെടുക്കുന്നില്ല. ഇതെല്ലാം നമുക്ക് ദൈവം കൃപയായിട്ട് നൽകി തരുന്നു. ഗലാത്യലേഖനം 3-ാം അധ്യായം 6-7 പറയുന്നത് എബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ എബ്രഹാമിന്റെ മക്കൾ എന്നറിയുവൻ. നമ്മളിന്ന് വായിച്ച റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ പ്രധാനമായിട്ടും 12 കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, അബ്രഹാമിന് ഒരു വാഗ്ദത്തം ലഭിച്ചു. 2, ആ വാഗ്ദത്തം അവൻ ലോകാവകാശി ആകും എന്നുള്ളതായിരുന്നു. 3, എബ്രഹാമിന്റെ സന്തതിക്കും ഇതേ വാഗ്ദത്തം ലഭിച്ചു. ഇത് അവർക്ക് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാലല്ല, പിന്നെയോ വിശ്വാസത്തിന്റെ നീതിയാലാകുന്നു ഇത് ലഭിച്ചത്. ന്യായപ്രമാണത്താലാകുന്നു ലഭിക്കുന്നതെങ്കിൽ വിശ്വാസം വ്യർത്ഥം ആകുന്നു. അതുപോലെ തന്നെ വാഗ്ദത്തം ദുർബലവും ആകുന്നുവെന്ന് വരുന്നു. ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് യാതൊരു തരത്തിലുള്ള ലംഘനവുമില്ല. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും,
വാഗ്ദത്തം സകല സന്തതികൾക്കും എന്നല്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് അക്ഷര പ്രിന്റിംഗ് എററൊന്നുമല്ല. വാഗ്ദത്തം സകല സന്തതിക്കും അവകാശപ്പെട്ടതാണ്, എന്നാൽ സന്തതികൾക്ക് എന്ന് എഴുതിയിട്ടില്ല. അതായത് എനിക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞത് ഈ വാഗ്ദത്തം, ദൈവത്തിന്റെ വാഗ്ദത്തം അത് വ്യക്തിപരമാണ്. ഒരു കുടുംബത്തിൽ 10 പേർക്കും ഒരുപക്ഷെ ഒരേ വാഗ്ദത്തം ലഭിച്ചിരിക്കാം. പക്ഷേ ആ 10 പേർക്കും അത് ദൈവത്തിൽ നിന്നും വ്യക്തിപരമായി ലഭിക്കുന്നതാണ്. അബ്രഹാമിനെ സംബന്ധിച്ച് നോക്കുക. ഒന്നാമത്തെ മകൻ ഇസ്മായിൽ, അവന്റെ അമ്മ എബ്രഹാമിന്റെ ദാസിയായ ഹാഗർ. രണ്ടാമത്തെ മകൻ ഇസ്ഹാക്ക്, അവന്റെ അമ്മ എബ്രഹാമിന്റെ ഭാര്യയായ സാറ. തുടർന്ന് ഉൽപ്പത്തി പുസ്തകം 25-ാം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ എബ്രഹാമിന്റെ ഭാര്യയായ കെതൂറയിൽ നിന്നും അവന് 6 പുത്രന്മാർ ഉള്ളതായിട്ട് നമ്മൾ കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 25-ന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ 8 മക്കൾ കൂടാതെ അവന്റെ വെപ്പാട്ടികളിൽ നിന്നും നിരവധി മക്കൾ വേറെയും ഉണ്ടായിരുന്നതായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് അബ്രഹാം തന്റെ ജീവിതയാത്ര അവസാനിപ്പിക്കുവാനുള്ള സമയമായപ്പോൾ എബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസ്ഹാക്കിന് കൊടുത്തു. എബ്രഹാമിന് ഉണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നു. പക്ഷേ ഈ അബ്രഹാമിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത് ഈ പറഞ്ഞ ജഡത്തിൽ നിന്നും ജനിച്ച, ജഡപ്രകാരം ജനിച്ച ഈ മക്കൾ ആരും തന്നെ ആയിരുന്നില്ല. ഇസഹാക്കിന് ദൈവം എബ്രഹാം തനിക്കുണ്ടായിരുന്ന സകലതും കൊടുത്തു. പക്ഷെ അതിന്റെ അർത്ഥം ഈ സന്തതി എന്നുള്ള ആ ടൈറ്റിലിന് ഇസഹാക്കും യോഗ്യനായിരുന്നില്ല. യഥാർത്ഥ സന്തതിക്ക് ഒരു ഷാഡോ, ഒരു നിഴൽ മാത്രമായിരുന്നു ഇസഹാക്ക് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അത് മനസ്സിലാകണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, നീ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഫോർ എവർ. ഒന്ന് ഫോർ എവർ, നിന്റെ സന്തതിക്ക്. അത് ഫോർ എവർ, അതായത് നിത്യമായി നിനക്ക്, ശാശ്വതമായി നിനക്ക് ലഭിക്കണമെങ്കിൽ ഒന്ന് നീയും ആ അവസ്ഥയിലായിരിക്കണം. മറ്റൊന്ന് എബ്രഹാമോ അല്ലെങ്കിൽ അവന്റെ കുട്ടികളോ മക്കളോ, അതായത് ഇസഹാക്ക് ഉൾപ്പെടെയുള്ള കുട്ടികൾ അല്ലെങ്കിൽ അവരുടെ സന്തതികൾ ആരും ഈ വാഗ്ദത്ത ദേശം ശാശ്വതമായി കൈവശമാക്കിയതായിട്ട് കാണുന്നില്ല. ചില കാലങ്ങളിൽ ചില ഭാഗങ്ങൾ അവർ കൈയടക്കി അവർ രാജ്യം സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ശാശ്വതമായിട്ട് ആർക്കും എബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത ആ ഭൂപ്രദേശത്തിന്റെ അധിപതിയായിട്ട് ഇരിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്നും നമ്മൾ പറയും ഇസ്രായേൽ ഒരു രാഷ്ട്രമായി തീർന്നു, 1948 ഒരു രാഷ്ട്രമായി. അതിനുശേഷം 1967 ഉണ്ടായ ആ യുദ്ധത്തിൽ ദൈവം എബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത് ദേശത്തിന്റെ പല ഭാഗങ്ങൾ കൂടി അവർ പിടിച്ചടക്കി. പക്ഷേ ഇന്നുള്ള ഇസ്രായേലും ദൈവം വാഗ്ദത്തം ചെയ്ത ആ ഭൂപ്രദേശം മുഴുവനുമായി കൈവശം വയ്ക്കുന്നില്ല. അതിപ്പോഴും ജാതികൾ അത് കൈവശം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആരാണ് എബ്രഹാമിന്റെ ഈ സന്തതി? ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എന്നാൽ എബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. അപ്പൊ അബ്രഹാമിന്റെ സന്തതി എന്ന്, വാഗ്ദത്തം പ്രാപിക്കുവാനിരിക്കുന്ന സന്തതി എന്ന്, ശാശ്വത അവകാശമായി ദൈവം കൊടുക്കുന്ന കൃപാദാനം സ്വീകരിക്കുവാൻ യോഗ്യനായ സന്തതി എന്ന് പറയുന്നത് അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ
ദൂതൻ യേശുവിൻ്റെ അമ്മയായ മറിയയുടെ അരികിൽ ചെന്നുകൊണ്ട് പറഞ്ഞു, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അതായത് യേശു കർത്താവ് ഈ ഭൂമിയിൽ രാജാവായി വന്ന് രാജസ്ഥാനം കൈക്കൊണ്ടതിന് ശേഷം അവന്റെ ആ രാജ്യത്തിന് അവകാശം ഉണ്ടാകുകയില്ല. ശാശ്വതമായി അത് നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീരുക. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുള്ളത്. അങ്ങനെ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയപ്പെടുന്നത് അത് അവന്റെ ജഡത്തിൽ നിന്നും ജനിച്ചവരാരുമല്ല, പിന്നെയോ വാഗ്ദത്തപ്രകാരം ജനിച്ച. മത്തായി എഴുതിയ സുവിശേഷം നമ്മൾ നോക്കുമ്പോഴും അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: അബ്രഹാമിന്റെ വംശത്തിൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച യേശു. അപ്പോൾ യേശു ആകുന്നു ആ സന്തതി എന്ന് പറയുന്നതെങ്കിൽ ഗലാത്യ ലേഖനം 3:26 29 പറയുന്നു, ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നമ്മൾ അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവർ, അവർ വാഗ്ദത്ത പ്രകാരം ഈ ശാശ്വത അവകാശത്തിന് അവകാശികളായി തീരുകയാണ്. യോഹന്നാൻ 1:12 പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വീണ്ടും ഗലാത്യ ലേഖനം 3:26 പറയുന്നു, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകും. നാം ഓരോരുത്തരും ദൈവത്തിന്റെ മക്കളായി. റോമാലേഖനം 8:16 പറയുന്നു, നാം ദൈവത്തിന്റെ മക്കളെന്ന് നമ്മുടെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവോടുകൂടെ ചേർന്ന് നിന്നുകൊണ്ട് സാക്ഷ്യം പറയുന്നു. ഈ സാക്ഷ്യം നമുക്ക് ലഭിച്ചത് കൊണ്ടാണ്, നമ്മൾ ദൈവമക്കളാകുന്നു എന്നുള്ള ഉറപ്പ് നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് നമ്മൾ അബ്ബാ പിതാവേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഗലാത്യ ലേഖനം 4:6-7 പറയുന്നുണ്ട്, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സുപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. നാം സ്വർഗത്തിലെ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ധൈര്യം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് അബ്ബാ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ, കരയുവാൻ, നിലവിളിക്കുവാൻ നമുക്ക് ഒരു കോൺഫിഡൻസ് നൽകി തന്നിരിക്കുമ്പോൾ, നമുക്കുണ്ടാകേണ്ട ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്, നാം ദാസനല്ല, നാം പിന്നെ ആരാണ്? പുത്രനാണ്. ഓരോ പ്രാവശ്യവും സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ച് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടായിരിക്കണം. അത് മറ്റൊന്നുമല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സ്വർഗീയ പിതാവിനോടാണെന്ന്. ആ കോൺഫിഡൻസ് ആണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മൾ ക്രിസ്തുവിൽ ആയാൽ, ദൈവത്തിന്റെ മക്കളായി തീർന്നാൽ, നമ്മൾ ഗലാത്യ ലേഖനം 3:29 അടിസ്ഥാനത്തിൽ നാം ക്രിസ്തുവിനുള്ളവർ എങ്കിൽ നാം അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. നാം മക്കളെങ്കിൽ നാം അവകാശികളാണ്. എങ്ങനെ? നാം ക്രിസ്തുവിലാകുമ്പോഴാണ് നമ്മൾ അവകാശികളായി തീരുന്നത്. റോമാലേഖനം 8:17 പറയുന്നു, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അപ്പൊ ക്രിസ്തു അവകാശി, നാം ക്രിസ്തുവിനുള്ളവർ ആകുമ്പോൾ
ക്രിസ്തുവിനോടൊപ്പം നമുക്കും ആ അവകാശം ലഭിക്കുകയാണ്. റോമാലേഖനം 8:17 എന്നിട്ട് പറയുന്നൊരു വാക്യമുണ്ട്, നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ മതി. അപ്പോൾ ഈ അവകാശം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ അവകാശികളായി തീരുന്നത് തീത്തോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 6-7 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം അവന്റെ ദൈവത്തിന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ നമ്മൾ അവകാശികളായി തീരുന്നത് പുനർജനന സ്നാനം കൊണ്ട്. എന്തിന്റെ അവകാശം അവിടെ പറയുന്നത്? നിത്യജീവന്റെ. നമ്മൾ നേരത്തെ പറഞ്ഞു ശാശ്വതമായിട്ടുള്ള അവകാശം, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. ഇപ്പോൾ പറയുന്നു നിത്യജീവൻ. നിത്യനായ ദൈവം തന്റെ കൃപയാൽ നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ അത് ഏതാനും ദിവസത്തേക്കോ ആഴ്ചയ്ക്കോ മാസത്തിനോ വേണ്ടിയുള്ളതല്ല, അത് നിത്യജീവനാണ്. നമുക്കല്ലാതെയുള്ള ധാരാളം വാഗ്ദത്തങ്ങൾ, നമുക്ക് ധാരാളം ദാനങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതിനെയൊന്നും ഞാൻ ഖണ്ഡിക്കുന്നില്ല. പക്ഷേ നമുക്ക് ദൈവം എബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എന്ന് പറയുന്നത് അത് ശാശ്വതമായ അവകാശമാണ്, ഏതാനും ദിവസത്തേക്ക് ഉള്ളതല്ല. അത് പുനർജനന സ്നാനം കൊണ്ട്. ഈ പുനർജനനം എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ ഏകദേശം 2 പ്രാവശ്യം മാത്രമേ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. പുനർജനനം, വീണ്ടും ജനനം, പാലിഗേനേസിയ എന്നുള്ള ഒരു ഗ്രീക്ക് പദം മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിലും തീത്തോസിന് എഴുതിയ ഈ ലേഖനം 3-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ മാത്രമേ അത് എഴുതിയിട്ടുള്ളൂ. മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നത്, യേശു അവരോട് പറഞ്ഞു, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തന്റെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിലിരുന്ന് ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് എന്നോട് പറയുന്നു. അപ്പൊ പുനർജനനം, വീണ്ടും ജനനം എന്ന് പറയുന്ന ആ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ദൈവം എബ്രഹാമിന് കൊടുത്ത ആ വാഗ്ദത്തത്തിലേക്ക് നമ്മൾ നടന്നെടുക്കുന്നത്. നിത്യമായ അവസാനമില്ലാത്ത ദൈവിക വാഗ്ദത്തങ്ങൾക്ക് ന്യായപ്രമാണമുള്ളവർ മാത്രമല്ല, പിന്നെയോ ന്യായപ്രമാണമില്ലാത്ത എന്നാൽ എബ്രഹാമിന്റെ വിശ്വാസമുള്ള എല്ലാവരും അവകാശികളായിത്തീരുന്നു. നാം രക്ഷിക്കപ്പെടുമ്പോൾ, അതായത് വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് സംഭവിക്കുന്നു. ഈ അനുഭവമില്ലാത്ത ഒരുവനും ഭൗതികമായ നന്മകൾ ഉണ്ടാകാം, ഇല്ലായിരിക്കാം, പക്ഷേ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ പറ്റുകയില്ല. ഇസ്രായേലിലെ ഒരു പണ്ഡിതനായിരുന്ന നിക്കോദെമോസിന്റെ കർത്താവായ യേശുക്രിസ്തു പ്രകാരം പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. ഇത് ഇന്നും ആളുകൾക്ക് ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അവരും ചോദിക്കും, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ കർത്താവ് പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നത്, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് റോമാലേഖനം 14-17 പറയുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഈ സന്തോഷം, ഈ സമാധാനം
ഒരു ദൈവ പൈതലിന്റെ, അതായത് വീണ്ടും ജനനം പ്രാപിച്ച ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ തീർച്ചയായും ഉണ്ടാകും. ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെയും ചിന്തിക്കണം. കാരണം മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടത് ലോകത്തിലുള്ള ഏതെങ്കിലും ശത്രു വന്നപ്പോഴോ, ഇരുട്ട് വന്നപ്പോഴോ, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങൾ വന്നപ്പോഴോ അല്ല സമാധാനം നഷ്ടപ്പെട്ടത്. മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെട്ടത് പാപം മൂലം അവൻ ദൈവത്തിൽ നിന്നും അകന്നു പോയപ്പോഴാണ്. എന്നാൽ ഈ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ കർത്താവ് തന്റെ പുറമേൽ മുൻകഴിഞ്ഞ പാപങ്ങളെ പരിഗണിക്കാത്തത് നിമിത്തം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലൂടെ പുതിയൊരു വഴി നമുക്കായിട്ട് വെട്ടിത്തുറന്നു തന്നുകൊണ്ട് അവന്റെ രക്തത്താൽ നമ്മെ കഴുകി വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവം നമ്മെ ഇന്ന് റീകൺസൈൽ ചെയ്തിരിക്കുകയാണ്, അതായത് നിരപ്പാക്കിയിരിക്കുകയാണ്. ഇന്ന് നാം ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരാണ്. ദൈവത്തോട് ശത്രുത്വം പുലർത്തിയിരുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഭയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ ദൈവത്തിന്റെ പ്രിയമക്കളായി തീർന്നിരിക്കുമ്പോൾ ആ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ സമാധാനമുള്ളവരാണ്. ഇത് തന്നെയല്ല, അബ്രഹാമിന് കൊടുത്ത ഈ ശാശ്വതമായ അവകാശം അത് പ്രാപിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ആകുന്ന ആ സന്തതിയിൽ നാം വിശ്വസിക്കുന്നത് കൊണ്ട് അവനിലൂടെ ഇത് പ്രാപിക്കുവാൻ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ, നമ്മുടെ അവസ്ഥയിൽ നമുക്ക് സാധിക്കുകയില്ല. റോമാലേഖനം 8:20-23 സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം മാത്രേ. എന്നിട്ട് പറയുകയാണ്, സർവ സൃഷ്ടിയും ഇന്നും ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടുകൂടി ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. എന്നുവരെ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ ശരീരത്തിന്റെ ഈ വീണ്ടെടുപ്പ്, ആ വീണ്ടെടുപ്പ് സംഭവിക്കുന്നത് വരെയും ആ പുത്രത്വത്തെ നമുക്ക് പൂർണ്ണമായിട്ട് പ്രാപിക്കാൻ കഴിയുകയില്ല. ഇന്ന് നാം ഈ ഭൂമിയിലായിരിക്കുന്നു, നമ്മുടെ ആത്മാവ് വീണ്ടെടുപ്പ് പ്രാപിച്ചിട്ടുണ്ട്, ദൈവമക്കളായി തീർന്നിരിക്കുന്നു വിശ്വാസത്താൽ. എന്നാൽ അതിന്റെ ബാഹ്യമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, നന്മകൾ നമുക്ക് ഇന്നും പ്രാപിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. നമ്മുടെ വീണ്ടെടുപ്പ്, ശരീരത്തിന്റെ വീണ്ടെടുപ്പ് അത് സംഭവിക്കണം. അത് സംഭവിക്കുന്നത് ഇബ്രാഹിം 9:27-28 പറയുന്നു, ഒരിക്കൽ മരിക്കുകയും പിന്നീട് ന്യായവിധിയും ദൈവം സകല മനുഷ്യർക്കുമായി നിയമിച്ചിരിക്കുന്നു. അങ്ങനെ യേശുവും പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. ഇതാണ് നമ്മുടെ വിശ്വാസം, നമ്മുടെ പ്രത്യാശ, നമ്മുടെ യേശുവിന്റെ രണ്ടാമത്തെ വരവ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ഇപ്രകാരം പറയുവാനിടയായി, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട അയച്ചവന് വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ കേട്ടും ഇരിക്കുന്നു. മനുഷ്യപുത്രന്റെ ശബ്ദം, അതിന് പ്രത്യേകതയുണ്ട്. നമ്മുടെ ശബ്ദം പോലെയല്ല. അവരാ ശബ്ദം പുറപ്പെടുവിച്ച് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് സകലതും ഉണ്ടായത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ ലാസർ മരിച്ചു. അവനെ അവരുടെ കല്ലറയ്ക്കുള്ളിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശി വസ്ത്രം കൊണ്ട് അവനെ മൂടി മറച്ച് അവർ അവനെ സംസ്കരിച്ചു. എന്നാൽ 4-ാം ദിവസം കർത്താവായ യേശു ക്രിസ്തു വന്നിട്ട് ആ കല്ലറയ്ക്ക് പുറത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പറയുന്നത് ക്രൈഡ് വിത്ത് എ ലൗഡ് വോയിസ്.
ആ ശബ്ദം കേട്ടപ്പോൾ ലാസർ പുറത്തു വന്നു. കൈകാലുകൾ കെട്ടപ്പെട്ട അവസ്ഥയാണ്. അവന്റെ ശരീരം ആസകലം തുണി കൊണ്ട് കെട്ടപ്പെട്ടിരിക്കുന്നു. അതുകൂടാതെ അവരുടെ ഈ ഓയിൻമെന്റ് ഒക്കെ വെച്ച് കെട്ടിയാൽ അതൊരു പശ പോലെയാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷേ ആ ശബ്ദം കേട്ടപ്പോൾ ലാസർ പോലും അറിയാതെ, ലാസറിന്റെ ഒരു പ്രവൃത്തിയാലുമല്ല, അവൻ നടന്നൊന്നുമല്ല വന്നത്, അവൻ പുറത്തെത്തി. ഇതേ അനുഭവം തന്നെ കർത്താവായ യേശു ക്രിസ്തു സകലതും നിവൃത്തിയായി എന്ന് പറഞ്ഞ് തന്റെ പ്രാണനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചപ്പോഴും ഇതിന് സംഭവിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 9 മുതൽ 53 വരെയുള്ള വാക്യങ്ങളിൽ യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. ഉറക്കെ നിലവിളിച്ചു. ഹി ക്രൈഡ് ഔട്ട് വിത്ത് ലൗഡ് വോയിസ്. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ടടിയോളം രണ്ടായി ചിന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. ഇവിടെയും യേശു ഉറക്കെ വിളിച്ചപ്പോൾ കല്ലറകൾ തുറക്കുവാനായിട്ട് ഇടയായി തീർന്നു. മനുഷ്യപുത്രന്റെ ശബ്ദം കേട്ട ആ ശബ്ദപരിധിക്കുള്ളിൽ ഉണ്ടായിരുന്ന കല്ലറകൾ. ഇത് തന്നെയാണ് ഇനിയും സംഭവിക്കാൻ പോകുന്നത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. അവിടെ പറയുന്നു, 3 കാര്യങ്ങളെ പറയുന്നുണ്ട്. 1, കർത്താവിന്റെ ഗംഭീരനാദം. 2, അവിടെ ഗംഭീരനാദം ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഷൗട്ട് ഓഫ് ദ ലോർഡ്. പിന്നെ വോയിസ് ഓഫ് ദി ആർക്കേഞ്ചൽ, പ്രധാന ദൂതന്റെ ശബ്ദം. പിന്നെ ദ ട്രംപറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കാഹളം. ഈ ശബ്ദം 3 കൂടി വരുമ്പോൾ ലോകത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ, അതായത് ലോകത്തിന്റെ ചുറ്റും, ഈ ഭൂമിക്ക് ചുറ്റും കല്ലറകളിൽ വിശ്രമിക്കുന്ന വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ കർത്താവിനെ എതിരേൽക്കുവാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. നമ്മുടെ ശരീരം, ഇന്ന് നമ്മൾ ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം പറയും, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മതി ഈ പുനരുത്ഥാനം. കാര്യം ആമേൻ കർത്താവെ വേഗം വരണമെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് അതിനു മുമ്പ് ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരു നിരവധി നീണ്ട പട്ടിക ഓരോ വ്യക്തികൾക്കും ഉണ്ടാകാം. പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാഹ്യമായ ശരീരത്തിന്റെ ഇച്ഛകൾക്ക് അവിടെ പ്രസക്തിയില്ല. അവനത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആര് വിളിച്ചാലും കൂടെ പോകുമെന്നല്ല, കർത്താവ് വിളിച്ചാൽ പിന്നീട് കല്ലറയ്ക്കുള്ളിൽ അല്ലെങ്കിൽ അവർ സംസ്കരിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല. അവർ ആ ശബ്ദം കേൾക്കുമ്പോൾ, കർത്താവിന്റെ ആ ശബ്ദം കേൾക്കും, ഗംഭീരനാദം കേൾക്കുമ്പോൾ, പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ, അത് മനുഷ്യപുത്രന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർ കല്ലറകളിൽ നനിക്കും. പിന്നീട് പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം പുറപ്പെടുക എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ നിൽക്കാൻ പറ്റില്ല. വിശുദ്ധന്മാർക്ക് അവർ പോകും. അതുകൊണ്ട് റോമാലേഖനം 8:21 പറയുന്ന, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പൊ ഈ അബ്രഹാമിന്റെ കൊടുത്ത ആ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ എനിക്കും നിനക്കും ലഭിക്കുന്നതിന്റെ ആദ്യദാനം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് ആദ്യദാനമായി ലഭിച്ചത്.
ഇനി നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് നടക്കുമ്പോൾ ആ പുത്രത്വത്തിന്റെ എല്ലാ ഫോർമാലിറ്റീസോടെ കംപ്ലീറ്റഡ് ആകുകയാണ്. ആ ദിവസത്തിലേക്ക്, ആ നിമിഷത്തിലേക്ക് നോക്കി നമ്മള് ഞരങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു വിശുദ്ധന്മാർ, ഭൂമിയിലെ വിശുദ്ധന്മാർ, അവർ ഞരങ്ങിക്കൊണ്ടിരിക്കും. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5 മുതൽ 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കൂടാരമായ ഞങ്ങളുടെ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഈ കൂടാരത്തിൽ ഞെരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നുവെങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിക്കുവാൻ വാഞ്ചിക്കുന്നു. ഉരിയുവാനല്ല, മർത്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുക്കുവാൻ ഇച്ഛിക്കയാൽ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭാരപ്പെട്ട് ഞരങ്ങുന്നു. അപ്പൊ നമ്മുടെ ഈ ശരീരം ഇത് മർത്യമായതാണ്, ജീർണിച്ചു പോകുന്നതാ. ഇതിലിരിക്കുന്നിടത്തോളം കാലം ആ വാഗ്ദത്തത്തിന്റെ മഹത്വം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതിന് മഹത്വം മനസ്സിലാക്കുന്ന ഒരു ദൈവഭക്തൻ അവൻ ഞരങ്ങിക്കൊണ്ടിരിക്കും ആ സ്വർഗീയമായത് ധരിക്കുവാൻ വേണ്ടി. അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. അതാണ് നമ്മുടെ പ്രത്യാശ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നും നമ്മുടെ രക്ഷിതാവായ കർത്താവായ യേശു ക്രിസ്തു വരുമെന്ന് നാം നോക്കിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴാ വരുന്നത്? എബ്രഹാം തന്റെ ജീവിതത്തിലും ഈ വാഗ്ദത്തങ്ങൾ ലഭിച്ചു. പക്ഷേ അവൻ അതിൽ സംതൃപ്തനായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അസംതൃപ്തനായിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. എബ്രഹാം യാക്കോബിനോടും ഇസ്ഹാക്കിനോടും കൂടെ ഒരുമിച്ച് ജീവിച്ചിരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം അവർക്കുണ്ടായിരുന്നു. ഇബ്രാഹിം ലേഖനം 11-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ പറയുന്ന, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്നതുപോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചിട്ടുള്ളതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വാഗ്ദത്ത ദേശത്ത്, ദൈവം കൊടുത്ത വാഗ്ദത്ത ദേശം, അവിടെ ചെന്നിട്ട് ഞാൻ വാഗ്ദത്തം പ്രാപിച്ചു, അതിൽ സംതൃപ്തനായി ഇരിക്കുകയല്ല അബ്രഹാം ചെയ്തത്. പിന്നെയോ വാഗ്ദത്ത, ഈ ഭൂമിയിലെ ആ വാഗ്ദത്ത ദേശത്ത് അവൻ ചെന്നിട്ടും ഒരു അന്യദേശത്ത് എന്നതുപോലെ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത വാഗ്ദത്തത്തിന്റെ ആ വലിപ്പം, അതിന്റെ മഹത്വം അവന് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുകൊണ്ട് ആ മഹത്വം നാമും മനസ്സിലാക്കണം. ദൈവം എബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അവന്റെ സന്തതിയായ ക്രിസ്തുവേശുവിലൂടെ നമുക്കും ലഭിക്കുമ്പോൾ എന്താണ് ലഭിക്കാൻ പോകുന്നത്? എബ്രഹാമിന് വാഗ്ദത്തം കൊടുത്ത് സാധാരണ നമ്മൾ ചിന്തിക്കും, അവൻ വലിയ സമ്പന്നനായിരുന്നു, ധാരാളം കന്നുകാലികൾ, ആടുമാടുകൾ. പക്ഷേ അത് ശാശ്വത അവകാശമല്ല, ടെമ്പററിയാണ്. ആ വിധത്തിലുള്ള നന്മകൾ എബ്രഹാമിന് മാത്രമല്ല, വീണ്ടെടുപ്പ് പ്രാപിച്ചവർക്ക് മാത്രമല്ല, ജാതികൾക്കും ദുഷ്ടന്മാർക്കും എല്ലാവർക്കും ലഭിക്കുന്നതാണ്. പക്ഷേ ഈ ദൈവം ശില്പിയായി നിർമ്മിച്ചിട്ടുള്ളതും അടിസ്ഥാനമിട്ടിട്ടുള്ളതുമായ നഗരമെന്ന് പറയുന്നത് വീണ്ടെടുപ്പ് പ്രാപിച്ച ദൈവമക്കൾക്കുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ബാഹ്യമായത്, നശ്വരമായത്, ജീർണിച്ചു പോകുന്നത് പോയെങ്കിൽ മാത്രമേ നമുക്ക് ആ നിത്യമായത്, ശാശ്വതമായത്, തേജസ്സുള്ളത് പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ.
1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 50-52 വാക്യങ്ങളിൽ പറയുന്നുണ്ട്, സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ കഴിയുകയില്ല, ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇതാണ് ആ അനുഗ്രഹത്തിലേക്ക് പോകുന്ന സ്റ്റെപ്സ്. അതുകൊണ്ട് റോമാലേഖനം 8:17 പറയുന്ന മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. കഷ്ടം അനുഭവിച്ചാൽ നമുക്കത് കിട്ടുകയില്ല, പക്ഷേ അവനോടുകൂടെ കഷ്ടം അനുഭവിക്കണം. ഏതെങ്കിലും അബദ്ധ കാര്യങ്ങളിൽ ചെന്ന് കുറെ കഷ്ടം അനുഭവിച്ചു, അടി കിട്ടി, മറ്റുള്ളവരെ പരിഹസിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടുള്ള കഷ്ടങ്ങൾക്ക് എന്തെങ്കിലും ഈ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് കഴിയുകയില്ല. പത്രോസ് 1 പത്രോസ് 4-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളിൽ പറയുന്നത്, നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടുള്ള കഷ്ടം സഹിക്കേണ്ടത് പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടുമല്ല, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കണം. ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക എത്ര വേണ്ടത്. കഷ്ടം സഹിക്കണം എന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നല്ലത്. ഒരുവൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടി കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അപ്പോൾ നമ്മുടെ കഷ്ടങ്ങൾ എന്താണെന്ന് പ്രത്യേകിച്ചും ഈ പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിലും 4-ാമത്തെ അധ്യായത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. ആ രണ്ടെന്നാൽ നമ്മൾ എന്തെല്ലാം, എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടം വരും, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കഷ്ടം വരും. കഷ്ടം വരുവാൻ ഏറ്റവും സാധ്യതയുള്ളതാണ് പാപം. നാം പാപത്തോട് പോരാടുമ്പോൾ അവിടെ ഒരു കഷ്ടമുണ്ട്. എബ്രായലേഖനം 12:4 പറയുന്നത്, നിങ്ങൾ പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. അപ്പോൾ ജഡത്തിൽ നമുക്ക് കഷ്ടം വരും, പക്ഷേ അത് നാം പാപത്തോട് പോരാടുമ്പോഴായിരിക്കണം. ജഡത്തിൽ നമുക്ക് കഷ്ടം വരും, അത് നാം ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോഴായിരിക്കണം. ജഡത്തിൽ നമുക്ക് കഷ്ടം വരും, അത് നന്മ ചെയ്യുമ്പോഴായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് ദൈവത്തിന്റെ പ്രസാദമാണ്. ഇതിനായിട്ടുള്ള പത്രോസ് ലേഖനത്തിൽ തന്നെ 2-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു, ഇതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിൻചെല്ലുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഫലമേൽപ്പിക്കത്രേ ചെയ്യുന്നത്. നമ്മുടെ വായിൽ വഞ്ചനയില്ല, നമ്മുടെ വായിൽ തെറ്റില്ല, നമ്മുടെ ഭാഗത്ത് തെറ്റില്ല. പക്ഷേ ആരെങ്കിലും അന്യായം ചെയ്താൽ നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെ പെരുമാറണമെന്ന്. പലപ്പോഴും തെറ്റിപ്പോകുന്ന, എൻ്റെ ജീവിതത്തിൽ ഞാൻ തെറ്റിപ്പോകുന്ന മേഖലയാണ്. അപ്പോൾ ഈ പാപത്തോടുള്ള പോരാട്ടത്തിൽ നമുക്ക് കഷ്ടമുണ്ട്. ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് കഷ്ടമുണ്ട്. നന്മ ചെയ്യുമ്പോൾ നമുക്ക് കഷ്ടമുണ്ട്. ഈ ലോകത്തിന്റെ ഒഴുക്കിനെതിരായിട്ട് സഞ്ചരിക്കുമ്പോൾ കഷ്ടമുണ്ട്. പത്രോസിനെ 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ട് ഒഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവനെന്തിനാ ഈ കഷ്ടം അനുഭവിച്ചത്? ആ പാപം വിട്ടൊഴിയുവാൻ,
അതിൻ്റെ ആ കെണിയിൽ പെട്ടു പോകാതിരിക്കുവാൻ, അതുകൊണ്ടുള്ള ലാഭം വേണ്ടെന്ന് വയ്ക്കുവാൻ, അതുകൊണ്ടുള്ള ഒറ്റപ്പെടുത്തലുകൾ അവന്റെ ജീവിതത്തിൽ വരുമ്പോൾ അത് കഷ്ടമാണ്. അതുകൊണ്ട് പല വിധത്തിലുള്ള നഷ്ടങ്ങളും നമുക്കുണ്ടായേക്കാം. പക്ഷേ അത് ദൈവത്തിന്റെ പ്രസാദമാണ്. ഈ ഭൂമിയിലുള്ള നമ്മുടെ ഓരോ നഷ്ടവും അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മുടെ സമ്പത്തായാലും മറ്റുള്ള സൗകര്യങ്ങളായാലും ചിലപ്പോൾ ഇന്ന് നഷ്ടപ്പെടും. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അന്ത്യശ്വാസം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ നമുക്ക് എന്നേക്കുമായിട്ടുള്ള നഷ്ടങ്ങളാണ്. പക്ഷേ ഈ ഭൂമിയിലെ ഈ നഷ്ടങ്ങൾ അനുഭവിച്ചാലും നമ്മെ സമ്പന്നനാക്കുന്ന, നമുക്ക് വിലയേറിയതൊന്നും ഒരുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ നല്ല കർത്താവുണ്ട്. എബ്രഹാം ആ വാഗ്ദത്ത ദേശത്ത് എത്തിയെങ്കിലും ആ വാഗ്ദത്ത ദേശത്തിന്റെ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് അവൻ സംതൃപ്തനായിരുന്നില്ല. അവൻ ദൈവം ശില്പിയായി നിർമ്മിച്ചിട്ടുള്ളതും അടിസ്ഥാനമിട്ടിട്ടുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇന്ന് എബ്രഹാമിന്റെ ആ അനുഗ്രഹം അവന്റെ സന്തതിയായ യേശു ക്രിസ്തുവിലൂടെ യഹൂദന്മാർക്കും യവനന്മാർക്കും ജാതികൾക്കും വിശ്വാസത്താൽ പ്രാപിക്കുവാൻ സാധിക്കും. അതിനായിട്ട് നമ്മുടെ ആത്മാവിന്റെ വീണ്ടെടുപ്പുണ്ട്, ശരീരത്തിന്റെ വീണ്ടെടുപ്പുണ്ട്. ആത്മാവിന്റെ വീണ്ടെടുപ്പ് വിശ്വാസത്താൽ നമ്മൾ പ്രാപിക്കും. നമ്മൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നമ്മുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് യേശുവിന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അവൻ എൻ്റെ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ചു, എൻ്റെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് അവൻ എന്നെ വിടുവിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചവനെ കർത്താവ് നധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ, ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഏറ്റുപറയുമ്പോൾ ഞാൻ വീണ്ടും ജനനം പ്രാപിക്കും. ആത്മാവിന്റെ വീണ്ടെടുപ്പ് അവിടെ സംഭവിക്കുന്നു. അങ്ങനെ ആത്മാവിന്റെ വീണ്ടെടുപ്പ് പ്രാപിച്ചവരെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വീണ്ടും വരും. അവൻ വീണ്ടും വന്ന് ഈ അനുഗ്രഹം, നമ്മൾ വാഗ്ദത്തത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നത്, അതായത് എബ്രഹാമിന് കൊടുത്ത ശാശ്വതമായ, എബ്രഹാമിന്റെ സന്തതിക്ക് കൊടുത്ത, അല്ലെ സന്തതിയിലൂടെ ജാതികൾ മുഴുവനും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ആ വാഗ്ദത്വം, ആ അനുഗ്രഹം എന്ന് പറയുന്നത് അതിപ്പോൾ നമുക്ക് പ്രാപിക്കുമ്പോഴല്ല, അല്ലെങ്കിൽ ഈ ശരീരത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് പ്രാപിക്കുവാൻ കഴിയില്ല. പിന്നെയോ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് ശേഷം നമുക്ക് നമ്മുടെ ശരീരം തേജസ്കരിക്കപ്പെടുമ്പോൾ ദൈവം നമുക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന ആ നിത്യ സൗഭാഗ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ ആ നന്മകൾ നമുക്ക് പ്രാപിക്കുവാൻ കഴിയും. ആ നന്മകൾ നമ്മൾ പ്രാപിക്കുന്നത് അത് വിശ്വാസത്താലാണ്. വിശ്വസിച്ചപ്പോൾ, ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം നമ്മെ നീതീകരിക്കുന്നു. നീതീകരിക്കപ്പെട്ടവർക്കാണ് ആ നന്മകൾ അവിടെ കാത്തിരിക്കുന്നത്. അതിനാൽ നമ്മുടെ പ്രവർത്തികൾക്ക് ഇവിടെ പ്രസക്തിയില്ല. നമ്മുടെ യാഗാദി കർമ്മങ്ങൾക്ക് പ്രസക്തിയില്ല. ഇതൊരു കർമ്മമാർഗമല്ല ക്രിസ്തീയത്വം എന്ന് പറയുന്നത്. അത് വിശ്വാസമാർഗമാണ്. ദൈവത്തിന്റെ വാക്കിലുള്ള വിശ്വാസം, ദൈവം അയച്ച രക്ഷകനിലുള്ള വിശ്വാസം, കർത്താവിന്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസം.